നമസ്കാരം ടാക്കോ സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെ ഒരു അടിപൊളി മിന്നൽ എഫക്റ്റ്, അതായത് ലൈറ്റ്നിങ് എഫക്റ്റ് ഡാവിഞ്ചി റിസോൾവ് ഫ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് കൂടുതലൊന്നും പറയാനില്ല, നമുക്ക് നേരെ വർക്കിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ മീഡിയ പൂളിൽ വന്ന ശേഷം ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ഫ്യൂഷൻ കോമ്പോസിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും അല്ലേ. അതൊന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിനൊരു പേര് കൊടുക്കുക. എന്താണ്? മിന്നൽ എന്ന് കൊടുക്കാം, ഇല്ല ലൈറ്റ്നിങ് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ഫ്രെയിം റേറ്റ് ഉണ്ടോ അത് ചേഞ്ച് ചെയ്തിട്ട് 60 ഫ്രെയിം റേറ്റ്, അത് 60 ഫ്രെയിം റേറ്റിലേക്ക് കൊടുക്കുക, ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നേരെ ആ ഫ്യൂഷൻ കോമ്പോസിഷൻ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യാം. ഈസി അല്ലേ? ഇനി നമുക്ക് നേരെ ഫ്യൂഷൻ ടാബിലേക്ക് പോകാം. ഫ്യൂഷൻ എന്ന് കേട്ടപ്പോഴേ എൻ്റെ കർണത്തടിച്ച പോലെയാണ് എനിക്ക് തോന്നിയതെന്ന് പറയുന്ന ആളുകളുണ്ട്. അവരോട് പറയാണ്, ഒന്നും പേടിക്കേണ്ട, നമുക്ക് മാക്സിമം സിമ്പിളായിട്ട് അങ്ങനെ പറയാൻ പറ്റുമോ അത്രയും സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാം കേട്ടോ. നേരെ ഫ്യൂഷൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു മീഡിയ ഔട്ട് മാത്രം കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ ഒരു ഇൻ്റർഫേസ് ഇങ്ങനെ അല്ല ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വർക്ക് സ്പേസിൽ വരിക. ഇവിടെ ലേഔട്ട് പ്രീസെറ്റ് ഉണ്ടോ, ഇതിൽ വന്ന ശേഷം ഫ്യൂഷൻ പ്രീസെറ്റിൽ മിഡ് ഫ്ലോ വെർട്ടിക്കൽ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യുന്ന ഈ രീതിയിലേക്ക് കിട്ടും. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങളെ പകുതി കൺഫ്യൂഷനും കുറയും, കുറച്ചും കൂടെ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാനും പറ്റും, നിങ്ങളൊരു പ്രൊഫഷണൽ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മീഡിയ ഔട്ടിനെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി എനിക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടുന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് നോഡിനെ ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഔട്ട് എന്നൊരു പൈപ്പ് ലൈൻ വലിച്ച് മീഡിയ ഔട്ടിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മീഡിയ ഔട്ട് ബ്ലാക്ക് കളർ ഇവിടെ കാണുന്നുണ്ട് എന്നുള്ള കാര്യം കൺഫേം ആക്കുക. കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ മീഡിയ ഔട്ടിനെ ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഇടുക, ഇല്ലെങ്കിൽ മീഡിയ ഔട്ടിൽ ക്ലിക്ക് ചെയ്ത് 2 ബട്ടണ് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഓഫ് ആവും ഓൺ ആവും. ഉണ്ടാവും ഇവിടെ 2 കിട്ടുന്നില്ലെങ്കിൽ 1 അടിച്ച് നോക്കിയാൽ ചിലപ്പോൾ 1 വ്യൂവർ ആയിരിക്കും നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 2 വ്യൂവർ ഉണ്ടാവുമല്ലോ അല്ലേ. ഒരെണ്ണം 1ഉം ഒരെണ്ണം 2 ആണ്, കമ്പാരിസണിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ കമ്പാരിസൺ ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് നമുക്ക് ഇത് തന്നെ ഓണാക്കിടാം, കാണാനും എളുപ്പതാണല്ലോ. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാം. നേരെ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ശേഷം ആദ്യം തന്നെ ഒരു നോട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് പോകാം. അതിനുശേഷം നമുക്ക് സെറ്റിങ്സിലേക്ക് പോകാം അല്ലേ, അതായിരിക്കും എളുപ്പം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഞാനിവിടെ ഷിഫ്റ്റ് സ്പേസ് അടിച്ച് ടൂൾ മെനു ഓൺ ചെയ്യാണ് കേട്ടോ. ഇവിടെ എന്താ സെർച്ച് ചെയ്യാൻ പോകണേ, ഡിസ്പ്ലേസ് എന്നുള്ള ഒരു നോഡിനെ സെർച്ച് ചെയ്തെടുക്കാം. ഡിസ്പ്ലേസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ DSP എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. ദേവി സി പ്രസാദ് DSP, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഗായകനൊക്കെ അല്ലേ DSP, പുള്ളിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. DSP ക്ലിക്ക് ചെയ്യുക, അവിടേക്ക് ആഡ് ചെയ്യുക. സിമ്പിൾ അല്ലേ? ഇനി കുറച്ചും കൂടെ സിമ്പിളായിട്ടൊരു കാര്യം പറയട്ടെ. ഇവിടെ നിന്നൊരു ഫാസ്റ്റ് നോയ്സ് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഷിഫ്റ്റ് സ്പേസ് അടിച്ച് ഫാസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഫാസ്റ്റ് നോയ്സ് കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഈ ഫാസ്റ്റ് നോയ്സിൻ്റെ ഔട്ട് എന്ന് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഈ ചതുരക്കട്ടായിരിക്കും കേട്ടോ. ഔട്ടിൽ നിന്നൊരു പൈപ്പ് ലൈൻ വലിക്കുക, ഇവിടെ ഡിസ്പ്ലേസിൻ്റെ പച്ച കണക്ടറിലേക്ക് കണക്ട് ചെയ്യുക. നീലയിൽ കണക്ട് ചെയ്യരുത് കേട്ടോ. നീല മാസ്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാ പോർട്ടിൻ്റെയും നീലകൾ അങ്ങനെയാണ് കേട്ടോ. പച്ച എന്ന് പറഞ്ഞാൽ ഫോർഗ്രൗണ്ട് കണക്ട് ചെയ്യാനും മഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കണക്ട് ചെയ്യാനും. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. പ്രത്യേകിച്ച് മെർജൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ട് അങ്ങനെ തന്നെ ചെയ്യണം. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് അറിയാം. നേരെ ഡിസ്പ്ലേസിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഒരു ഡിസ്പ്ലേസും കൂടെ ഇവിടേക്ക് ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ? വീണ്ടും ഒരു ഫാസ്റ്റ് നോയ്സ് ഇവിടുന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി വേഗം കഴിയും അല്ലേ. ഇങ്ങനെ സെർച്ച് ചെയ്ത് പോകേണ്ട കാര്യമല്ല. ഓക്കെ, ഇനി ഡിസ്പ്ലേസിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ ഇവിടേക്ക് 3 നോഡുകൾ ആഡ് ചെയ്യാണ്. 3ഉം സോഫ്റ്റ് ലോ ആണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ പറയണ്ടല്ലോ. സോഫ്റ്റും സെർച്ച് ചെയ്യുക, സോഫ്റ്റ് ലോ ആഡ് ചെയ്യുക, വീണ്ടും ഷിഫ്റ്റ് സ്പേസ് അടിച്ച് അവൻ തന്നെ വന്ന് കിടക്കുന്നുണ്ടാവും, ആഡ് ചെയ്യുക, വീണ്ടും ഷിഫ്റ്റ് സ്പേസ് അടിക്കുക, അവൻ ആഡ് ചെയ്യുക. ഇങ്ങനെ ഇത്രയും നോഡുകൾ ആഡ് ചെയ്ത ശേഷം ഞാൻ ഇവിടുന്നൊരു പോളിഗൺ മാസിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്ത ശേഷം അതിനെ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ നീല കണക്ടർ കണ്ടോ, ഇവിടെയാണ് മാസ്ക് കണക്ട് ചെയ്യുന്നത് അല്ലേ. ആ മാസ്ക് കണക്ട് ചെയ്യുന്ന ബോട്ടിലേക്ക് കണക്ട് ചെയ്യും. ഇനി ഈ ഒരു ഓണത്തിനിടയ്ക്ക് ചെറിയൊരു പുട്ടുകച്ചവടം നടത്തട്ടെ. നമ്മൾ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഡാവിഞ്ചി A to Z കളർ ഗ്രേഡിങ് ഫ്യൂഷൻ എല്ലാം അടങ്ങുന്ന ഒരു പാക്കേജാണ്. സൈറ്റിൻ്റെ ഒരു ഡെമോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ക്ലാസ്സിൻ്റെ രീതി കാര്യങ്ങളൊക്കെ. ഇടയ്ക്ക് നമ്മൾ കറക്റ്റ് ഓൺലൈനായിട്ട് സൂമിലും ക്ലാസ് കൊടുക്കും, അല്ലാതെ അപ്ലോഡ് ചെയ്ത് വെച്ച വീഡിയോകൾ 1 by 1 ആയിട്ട് നമുക്കിങ്ങനെ പഠിച്ചു പോകാം. എന്ത് ഡൗട്ട് വന്നു കഴിഞ്ഞാലും അപ്പോൾ തന്നെ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാം. എന്നെ തന്നെയാണ് കോൺടാക്ട് ചെയ്യുക, ഞാൻ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ AnyDesk സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കയറി അതൊന്ന് ക്ലിയർ ചെയ്ത് തരികയും ചെയ്യും. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പ്രീമിയം ക്ലാസ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ട് സെറ്റിങ്സിലേക്ക് കടന്ന് VFX എന്ന് തുടങ്ങാം. ഈ പോളികളിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ ഈ വ്യൂവറിൻ്റെ അകത്ത് വരികയാണ്. ഇതാണ് വ്യൂവർ അല്ലേ. എന്നിട്ട് ഇവിടെ ഒരു ക്ലിക്ക് ആഡ് ചെയ്തു, എന്നിട്ട് കുറച്ച് മുന്നോട്ടേക്ക് വെച്ച് ഇവിടെ ഒരു ക്ലിക്ക് ആഡ് ചെയ്തു. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എനിക്കിവിടെ കിട്ടിയില്ലേ. ഓക്കെ, നേരെ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വരിക. ഇതിൻ്റെ ബോർഡർ വിടുത്ത് കണ്ടോ, ഇത്തിരി മുന്നോട്ടേക്ക് നീക്കി വെക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു ലൈന് കിട്ടും കണ്ടോ. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. നേരെ നമുക്ക് തിരിച്ച് ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് വരാം. ബാക്ക്ഗ്രൗണ്ടിനകത്ത് വന്നിട്ട് അതിൻ്റെ ഇൻസ്പെക്ടറിൽ വന്നിട്ട് ഈ കളറില്ലേ ഇതൊന്ന് ഓൺ ചെയ്തിട്ട് വൈറ്റ് കളറിലാക്കുക. എന്തിനാണ്? വൈറ്റ് കളറിലാണ് നമ്മുടെ മിന്നൽ കാണുക അല്ലേ.
ഈ ഒരു പോളിഗണിൻ്റെ ഈ ഒരു തിക്നെസ് ഉണ്ട്, ഇത് വേണമെങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് മാറ്റണമെങ്കിൽ മാറ്റുകയും ചെയ്യാം കേട്ടോ. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ഡിസ്പ്ലേസ് ആണുള്ളത് അല്ലേ. ഡിസ്പ്ലേസിൽ ക്ലിക്ക് ചെയ്യുന്നു, നേരെ ഇൻസ്പെക്ടറിൽ വരുന്നു. ഇവിടെ റേഡിയൽ എന്നുള്ളത് മാറ്റിയിട്ട് XY എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ, ഇതിൻ്റെ അകത്തേക്ക് മാറ്റുന്നു. ഇവിടെ X ഓഫ്സെറ്റ് എന്ന് പറഞ്ഞ വാല്യൂ കണ്ടോ, ഇത് നമ്മൾ -0.5 എന്നുള്ളൊരു വാല്യൂയിലേക്ക് കൊണ്ടുവരികയാണ്. അതേപോലെ Y ഓഫ്സെറ്റിനെയും ഇതേപോലെ അതായത് -0.5 എന്നുള്ളൊരു വാല്യൂയിലേക്ക്, അതായത് മൊത്തമായിട്ട് ബാക്കോട്ടേക്ക് വലിച്ചു കളയാം, ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി X റിഫ്രാക്ഷൻ കണ്ടോ, ഇത് ഞാൻ കുറച്ചൊന്ന് മുന്നോട്ടേക്ക് നീക്കുകയാണ്. അതേപോലെ Y റിഫ്രാക്ഷനിൽ വന്നിട്ടും കുറച്ചൊന്ന് മുന്നോട്ടേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ കണ്ടോ ഇതിനൊരു വളവൊക്കെ വരാൻ തുടങ്ങിയില്ലേ, കണ്ടോ, ശ്രദ്ധിച്ചോ, നീക്കുന്ന സമയത്ത് കണ്ടോ. ഞാൻ ഏകദേശം ഈ ഒരു വാല്യൂ തന്നെ മുകളിൽ എത്ര കൊടുത്തേക്ക് നമുക്കിവിടെ മാനുവലി ആഡ് ചെയ്യാം കേട്ടോ. 0.07 എന്നുള്ളൊരു വാല്യൂയിലേക്ക് കൊണ്ടുവരാം. ഇതേപോലെ മേലെയും രണ്ടും ഒരേ വാല്യൂ ആയിക്കോട്ടെ, 0.07 ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ എക്സ്പ്രഷൻ ആഡ് ചെയ്ത് കണക്ട് ചെയ്യുക ചെയ്യാം. അതിന് കുറച്ചുകൂടെ കൺഫ്യൂഷൻ കൂടും. തൽക്കാലം ഇതിങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഭയങ്കര കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ കാരണക്കാരറിയാം ഈ ഗ്ലോകളാണ്. ഈ ഗ്ലോനെ മൊത്തം ഞാൻ സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഓഫ് ചെയ്തിട്ടാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിങ്ങനെ ഓഫ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനെ തുടർന്ന് പോയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് പറയാം, നേരെ ഫാസ്റ്റ് നോയ്സ് 1ൻ്റെ അകത്ത് വരുന്നു. ഫാസ്റ്റ് നോയ്സ് 1ൻ്റെ അകത്ത് വന്ന ശേഷം ഇവിടെ നമുക്ക് ഇത്തി സ്കെയിലൊക്കെ കൂട്ടണമെങ്കിൽ സ്കെയിൽ കൂട്ടാൻ കണ്ടോ. അപ്പോൾ ആ ഒരു വളവും തിരിവൊക്കെ ഒന്ന് മാറി വരും. അതേപോലെ കോൺട്രാസ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ആ ഉള്ള വളവ് തന്നെ ഒന്നും കൂടെ ഒന്ന് വളഞ്ഞ് അടിപൊളിയായിട്ട് വരും. ഇത് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട പോലത്തെ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ മിന്നലിൻ്റെ ഒരു ലുക്ക് കിട്ടിയില്ലേ. ഇനി നമുക്ക് ഇതിന് ചെറിയൊരു ആനിമേഷൻ കൊടുക്കാം. എങ്ങനെയാണ് ഈ C3 കണ്ടോ, ഇത് കുറച്ചൊന്ന് മുന്നോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ കണ്ടോ ഒരു ആനിമേഷൻ പോലെ വന്നില്ല. പക്ഷേ ഇവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഒരു സംഭവമൊക്കെ തള്ളി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നറിയോ, ഈ കോൺട്രാസ്റ്റ് ഓവറായിട്ട് കൂട്ടുന്നതുകൊണ്ടാണ്. അത്ര അങ്ങോട്ട് കൂട്ടണ്ട ഒരല്പം. അതുപോലെ സ്കെയിലും ഇത്തിരി അങ്ങോട്ട് പോകണ്ട, ഇച്ചിരി സ്കെയിൽ കുറച്ചിട്ട് ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സ്റ്റൈലിൽ കൊണ്ടുവരാം. ഈ ഒരു സ്റ്റൈൽ ആയിക്കോട്ടെ അല്ലേ. ഓക്കെ, C3 ഇത് പോരാ അല്ലേ. മിന്നൽ ഇങ്ങനെ പാമ്പ് കളിക്കുമ്പോഴല്ലേ കളിക്കുക, കുറച്ചുകൂടെ സ്പീഡിലാണ് അല്ലേ. ഇങ്ങനെ കൊടുക്കും. അപ്പോൾ കുറച്ചും കൂടെ ഒരു സ്റ്റൈൽ കിട്ടി. കുറച്ചും കൂടെ മുന്നോട്ടേക്ക് കൊണ്ടുപോയേക്കാം. ഇങ്ങനെയാണ് ഓൾമോസ്റ്റ് മിന്നലടിച്ച പോലെ കളിക്കണം മിന്നലല്ലേ. നല്ല രസമുണ്ട് അല്ലേ. ഇപ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട് ഇവിടെ, എന്താണെന്നറിയോ, ഇത് നല്ല ആനിമേഷനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു മിന്നലിൻ്റെ ലുക്കൊന്നുമില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, ഡീറ്റെയിൽസിൻ്റെ അകത്ത് വരാം. ഡീറ്റെയിൽസ് കുറച്ചൊന്ന് മുന്നോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ടോ. നമ്മൾ കുരുടിപ്പാമ്പിൻ്റെ മേലെ മൂത്രം വെച്ചാൽ എങ്ങനെ ഉണ്ടത്. പണ്ടത്തെ ഒരു എക്സാമ്പിളായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, പാവാണ്. പണ്ട് വിവരമില്ലാത്ത പ്രായത്തിൽ ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് സെക്കൻഡ് ഫാസ്റ്റ് നോയ്സിൻ്റെ അകത്ത് വന്നിട്ട് ഇതിൻ്റെ അകത്തും കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ ഇതിൻ്റെ കോൺട്രാസ്റ്റും വേണമെങ്കിൽ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ C3 വേണമെങ്കിൽ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഡിസ്പ്ലേസിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ Y ഓഫ്സെറ്റ് റിഫ്രാക്ഷന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നേരത്തെ ചെയ്ത അതേ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഭംഗിയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടും. അങ്ങനെ ചെയ്ത് നോക്കുക. ഓവറായിട്ട് വേണ്ടെങ്കിൽ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക, വേണ്ട പോലെ ചെയ്ത് നോക്കുക കേട്ടോ. ഓരോന്നോരോന്ന് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാൻ പറ്റും. ഇത് കൃത്യമായിട്ട് ഇന്ന രീതിയിൽ വേണമെന്നൊന്നും പറയാൻ പറ്റില്ല. കാര്യം മിന്നലടിക്കുന്ന എങ്ങനെയാണെന്ന് മിന്നലിന് പോലും അറിയില്ല. ആ രീതിയിലാണ് മിന്നലിൻ്റെ രൂപങ്ങളൊക്കെ വരുന്നില്ലേ. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ പോട്ടെ. ഇനി ഞാൻ ഈ ഫസ്റ്റ് ഗ്ലോയിൽ ക്ലിക്ക് ചെയ്തതിനൊന്ന് ഓൺ ചെയ്യുകയാണ്. നിങ്ങൾ ഓൾറെഡി ഇവിടെ ഓൺ ചെയ്ത് വെച്ചായിരിക്കും. അപ്പോൾ അതിന് ഇത്രയും അങ്ങോട്ട് പവർ വേണ്ട. അപ്പോൾ നമുക്ക് ഗെയിൻ ഇത്തിരി വേണമെങ്കിൽ കുറച്ച് വെക്കാം. അതേപോലെ ബ്ലെൻഡിങ് പകുതിയോളം കൊണ്ടുവരാം. ഇനി രണ്ടാമത്തെ നോഡ് ഓൺ ചെയ്യാം. അതിൻ്റെ അകത്ത് ബ്ലെൻഡിങ് ഇത്തിരി കുറയ്ക്കാം. എന്നിട്ട് ഈ ഗ്ലോ സൈസ് കണ്ട കുറച്ച് പുറത്തോട്ടേക്ക് ലേശം തള്ളിച്ച് വെക്കാം. ഇനി മൂന്നാമത്തെ ഓൺ ചെയ്യാം. ഇതിൻ്റെ അകത്തും ഇതേപോലെ തന്നെ ബ്ലെൻഡിങ് കുറച്ചൊന്ന് കുറച്ചിട്ട് ഈ ഗെയിൻ സൈസിന് അങ്ങനെ പുറത്തേക്ക് കുറച്ച് തള്ളി വെക്കുക. ഇത്ര പവർ വേണ്ടെങ്കിൽ ഇത്തിരി കുറച്ച് വെക്കാട്ടോ. ലൈറ്റ് ത്രെഷോൾഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ വെറൈറ്റികൾ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ലാസ്റ്റ് ഗ്ലോയിൽ ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് സ്പേസ് അടിച്ച് ടൂൾ മെനു ഓൺ ചെയ്യുക. ഇവിടേക്ക് എന്താ ആഡ് ചെയ്യുക, ഒരു കളർ കറക്റ്റർ നോഡ് ആഡ് ചെയ്യുക. CC എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കളർ കറക്റ്റർ നോഡ് കിട്ടും. ഓക്കെ അല്ലേ. ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാലും കളർ കറക്റ്റ് നോഡ് ഉണ്ടാവും. ഡ്രാഗ് ചെയ്ത് ഇവിടെ കണക്ട് ചെയ്ത് രണ്ടും ഒരു കാര്യം തന്നെ കേട്ടോ. ഓക്കെ, നേരെ ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കളറൊന്നും മാറ്റാൻ പറ്റും. നമുക്ക് ഏകദേശം ഈ ഒരു ബ്ലൂയിലേക്ക് കൊണ്ടുവരാം അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എപ്പിക് സ്റ്റൈലിലേക്ക് കൊണ്ടുവരണം ഇങ്ങനത്തെ കളറുകളൊക്കെ കൊടുക്കാട്ടോ, നല്ല ഭംഗിയുണ്ടാവും. ഞാൻ തൽക്കാലം ഒരു നോർമൽ ഒരു കളറിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ഇതിൻ്റെ സാച്ചുറേഷൻ വേണമെങ്കിൽ ഇത്തിരി കുറയ്ക്കാം. ഓവർ അത്ര നീല കളർ ഉണ്ടാവില്ലല്ലോ മിന്നൽ അടിക്കുകയാണെങ്കിൽ. ചെറിയൊരു നീല കളറൊക്കെ ഉണ്ടാവുകയും ചെയ്യും അല്ലേ. ഒക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ കൊള്ളാം. ഇനി നമുക്ക് മിന്നലിന് ചെറിയ ശാഖയും ചില്ലയൊക്കെ കൊണ്ടുവരണം. അതേപോലെ മിന്നൽ അടിച്ചു വരുന്നൊരു ആനിമേഷൻ ചെയ്യണം. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ. അതേപോലെ വീഡിയോക്ക് ലൈക്കും അടിച്ചോ. അപ്പോൾ വീഡിയോ തുറന്ന് പോവുകയാണേ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോളികളിൽ വന്നിട്ട് ഇതിൻ്റെ തിക്നെസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ 0.00
3 എന്നുള്ളൊരു വാല്യൂലേക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ മെലിഞ്ഞൊരു മിന്നലായിട്ട് ഇതിനെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് പാകത്തിന് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ 0.006 എന്നുള്ളൊരു വാല്യൂ കൊടുക്കുകയാണ്. അത് നമുക്ക് കുറച്ചും കൂടെ ഒരു ഭംഗിയുണ്ട് കണ്ടോ, ഒരു മിന്നലിൻ്റെ ലുക്കൊക്കെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു തുടക്കം കണ്ടോ, അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒറ്റ പോയിന്റിൽ നിന്നാണ് നിങ്ങൾക്ക് മിന്നൽ വേണമെന്നുണ്ടെങ്കിൽ, മിന്നൽ പല സ്ഥലത്തു നിന്നായിട്ട് മാറി വരും. പക്ഷേ ഈ ഒറ്റ പോയിന്റിൽ നിന്നാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഫാസ്റ്റ് നോയ്സ് ഇല്ലേ, ഫസ്റ്റ് ഫാസ്റ്റ് നോയ്സിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അവിടേക്ക് ഒരു റെക്റ്റാങ്കിൾ മാസ്ക് ഇവിടുന്ന് ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ. ഇന്ന് റെക്റ്റാങ്കിൾ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇതേപോലെ വെച്ച ശേഷം ഇത് ഫുൾ ഇതിൻ്റെ അകത്ത് വരുന്ന രീതിയിൽ കേട്ടോ, ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ തള്ളിയിട്ട് വെക്കുക കുറച്ച്. എന്നിട്ട് ഈ എഡ്ജ് കണ്ടോ, ഈ എഡ്ജിലെ കുറച്ച് ഭാഗം അവിടെ വെച്ചുകൊണ്ട് ഇതേപോലെ സെറ്റാക്കുക. ഇപ്പോൾ ഇത് രണ്ടും രണ്ട് സൈഡിലായിട്ട് വരും കണ്ടോ, അത് അവിടെ നിൽക്കും. ഇവൻ ഇപ്പോഴും ആടി കളിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാമെന്ന് അറിയാം, ഈ റെക്റ്റാങ്കിൾ തന്നെ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സോഫ്റ്റ് എഡ്ജ് എന്ന് കാണാൻ പറ്റും. അത് കുറച്ചൊന്ന് മുന്നോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോയിന്റിൻ്റെ അകത്ത് നിന്ന് കറക്റ്റായിട്ട് മിന്നൽ വരുന്നതായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കണ്ടോ, അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് എന്ത് വേണം, ഈ മിന്നൽ ഇങ്ങനെ സൈഡിലോട്ട് വരുന്ന വരും കുത്തനെ താഴേക്ക് വരണം. അതിന് വേണ്ടി എന്ത് ചെയ്യാം, ലാസ്റ്റ് വരുന്ന കളർ കറക്റ്റ് നോഡിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ട്രാൻസ്ഫോം നോഡിനെ ആഡ് ചെയ്യാം. വേറെ പല രീതിയിൽ ആഡ് ചെയ്യാം, പക്ഷേ ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റൊട്ടേഷൻ കണ്ടോ, ഇവിടെ നമുക്ക് -90 എന്നുള്ളൊരു വാല്യൂ കൊടുക്കാം. അപ്പോൾ ഇത് കുത്തനെയായിട്ട് വരും. ഓക്കെ അല്ലേ. അല്ലെങ്കിൽ ഇത് തിരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു പൊസിഷനിലേക്ക് ഇങ്ങനെ കൊണ്ടുവയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ ഏകദേശം ഒരു -90 അല്ലെങ്കിൽ ഒരു -870 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ചെരിഞ്ഞിട്ടൊക്കെ കിട്ടും. കുറച്ചൊന്ന് ചെരിഞ്ഞ് നിന്നോട്ടെ അല്ലേ, അതായിരിക്കും കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക. എത്ര കൊടുക്കാം, ഒരു -70 അങ്ങനെ കൊടുക്കാം വാല്യൂ. ഓക്കെ, രസമായിട്ടുണ്ട് അല്ലേ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയാം, ട്രാൻസ്ഫോമിൻ്റെ അകത്ത് തന്നെ ക്ലിക്ക് ചെയ്ത് ഇച്ചിരി സൈസ് കുറയ്ക്കുകയാണ്. അതായത് ഈ ഒരു ബോർഡറിൻ്റെ പുറത്തേക്ക് കടന്നു പോകാത്ത രീതിയിൽ ഇവനെ അറേഞ്ച് ചെയ്യുകയാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇവനെ വലുതാക്കുകയും ചെറുതാക്കുകയൊക്കെ ചെയ്യാം. തൽക്കാലം ഞാനൊരു 6 എന്നുള്ളൊരു വാല്യൂ കൊടുക്കുകയാണ്, 0.6 എന്നുള്ളൊരു വാല്യൂ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മിന്നൽ റെഡിയായി. പക്ഷേ ഈ മിന്നലിന് കുറച്ച് ശാഖകൾ ബ്രാഞ്ചുകളും ഒക്കെ വേണം അല്ലേ. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇവനെ മൊത്തം സെലക്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരെയും സെലക്ട് ചെയ്തു, കോപ്പി ചെയ്തു. എന്നിട്ട് കുറച്ച് പുറത്തേക്ക് ഇങ്ങോട്ട് നീക്കി വെച്ചു. കോപ്പി ചെയ്യാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ Command C അല്ലെങ്കിൽ Ctrl C അടിച്ച് കഴിഞ്ഞാൽ കോപ്പി ആവും. പുറത്ത് എവിടെയെങ്കിലും ഡബിൾ ക്ലിക്ക് അടിക്കുക, Ctrl V, Command V അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇങ്ങനെ 2 പ്രാവശ്യം പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവരെ മൊത്തത്തിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതേപോലെ ഞാൻ 3 പേരെയും ഒരേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചു. തമ്മിൽ മിക്സ് ആയി പോകണ്ട കേട്ടോ, വേറെ വേറെ മാറ്റി വെക്കണേ. ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയിപ്പോവും ഏതിൻ്റെ നോഡാണ് ഏതെന്നുള്ളത്. ഓക്കെ, ഇത്രയും ചെയ്ത ശേഷം ഞാൻ തൽക്കാലം ഇൻസ്പെക്ടർ ഓഫ് ചെയ്യാണ്, കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയാം, ഇവിടേക്ക് 2 മെർജുകൾ ആഡ് ചെയ്യണം. നിങ്ങൾക്ക് കണക്ട് ചെയ്ത് മെർജ് ചെയ്യാം, പക്ഷേ കൺഫ്യൂഷൻ ആവേണ്ടെന്ന് കരുതിയാണ്. ഇവിടുന്ന് മെർജ് ഡ്രാഗ് ചെയ്യുക, ഇവിടേക്ക് വെക്കാം. ഒരു മെർജും കൂടെ ഡ്രാഗ് ചെയ്ത് ഇവിടേക്കും വെക്കാം. എന്നിട്ട് ഈ ഫസ്റ്റ് വരുന്ന ഈ ട്രാൻസ്ഫോമില്ലേ, ഈ ട്രാൻസ്ഫോമിൻ്റെ അകത്തുനിന്ന് ഒരൗട്ട് ഇവിടേക്ക് കണക്ട് ചെയ്യുക. ട്രാൻസ്ഫോം ഇവിടെ കോപ്പി ആയിട്ടില്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ ട്രാൻസ്ഫോമിൽ തന്നെ ക്ലിക്ക് ചെയ്യാം, കോപ്പി ചെയ്യാം. ഈ ഒരു കളർ കറക്റ്ററിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഈ ഒരു കളർ കറക്റ്ററിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യാം കേട്ടോ. വിട്ടു പോയതേ മൊത്തം സെലക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി ഇവിടുന്ന് ഒരു ഔട്ട് വലിച്ച് ഈ പച്ചയിലേക്ക് കണക്ട് ചെയ്യാം. ഈ ഔട്ടിൽ നിന്ന് ഒരു പൈപ്പ് ലൈൻ വലിക്കുക, അടുത്ത മെർജിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ അല്ലേ. ലാസ്റ്റ് കോപ്പി ചെയ്ത ഒരു നോഡുകളെ ഇതിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഔട്ട് എടുക്കുക, മീഡിയ ഔട്ടിലേക്ക് കണക്ട് ചെയ്യുക. മീഡിയ ഔട്ട് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് 3 മിന്നലും ഒരേപോലെ വർക്ക് ചെയ്യും. ഓക്കെ അല്ലേ. ഇനി ഇവൻ്റെ ഷേപ്പും സൈസൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ വേറെ വേറെ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഈ ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവൻ്റെ ഷേപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ. ഒന്നെങ്കിൽ ഇൻസ്പെക്ടറിൽ വന്നിട്ട് നമുക്ക് ഇത്തിരി റൊട്ടേഷനൊക്കെ ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ട ഒരു സൈസിലേക്ക് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. സൈസൊക്കെ ഒന്ന് കുറച്ച് സെറ്റാക്കാം കേട്ടോ. അപ്പോഴൊരു ബ്രാഞ്ച് പോലെ ആക്ട് ചെയ്യും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇവനെ ഇവിടുന്ന് ഒന്ന് റൊട്ടേറ്റ് ഒക്കെ ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ കണ്ടാവും നല്ലൊരു മിന്നലിൻ്റെ എഫക്റ്റ് കിട്ടിയില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മിന്നൽ അടിച്ച് താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു ആനിമേഷൻ കൊടുക്കണം അല്ലേ. ആദ്യം തന്നെ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാമെന്ന് അറിയാം, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു പൈപ്പ് ലൈൻ വലിച്ച് ലാസ്റ്റ് വന്ന മെർജിൻ്റെ ഔട്ടിലേക്ക് കണക്ട് ചെയ്യുക. മാസ്കിൽ കണക്ട് ചെയ്ത് പോയിട്ട് ഔട്ടിൽ തന്നെ കണക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം സ്വാപ്പ് ഇൻപുട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ Command T Ctrl T അടിച്ച് സ്വാപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവിടേക്ക് എന്ത് ചെയ്യാം, ഒരു റെക്റ്റാങ്കിൾ മാസ്കും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് അവനെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഇതേപോലെ വെക്കുക. ഓക്കെ അല്ലേ.
എന്നിട്ട് നേരെ വ്യൂവറിൻ്റെ അകത്ത് വന്ന് 0 ഫ്രെയിമിൽ കൊണ്ടുവയ്ക്കുക. ഫസ്റ്റ് ഫ്രെയിമിൽ കേട്ടോ, അതായത് 0 ഇവിടെ കൊണ്ടുവച്ച ശേഷം ഈ ഒരു റെക്റ്റാങ്കിളിനെ ഇങ്ങനെ മേലേക്ക് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്യാം. എന്നിട്ട് നേരെ ഇൻസ്പെക്ടറിൽ വരിക. ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടോ, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആനിമേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ ആണേ. ഇനി ഒരു 3 ഫ്രെയിം മുന്നിലേക്ക് വരിക, അതായത് ഫ്രെയിം നമ്പർ 3ൽ വരിക. ഈ സെൻറ്ററിൻ്റെ വാല്യൂ ഇല്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് ഇത്തിരി ബാക്കോട്ടേക്ക് വലിക്കുക. അപ്പോൾ ഈ ഒരു മാസ്ക് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. ഇറങ്ങി വന്ന് മാക്സിമം മിന്നൽ ഇതിൻ്റെ ഉള്ളിലായി എന്നുള്ള കാര്യം കൺഫേം ആക്കുക. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഇങ്ങനെ മിന്നൽ എറിയും പോലെ വരും. ഒരു 10ാമത്തെ ഫ്രെയിം വരെ അങ്ങനെ മിന്നൽ അടിച്ചോട്ടെ. എന്നിട്ട് എന്ത് ചെയ്യാം, നേരെ സെൻറ്ററിൽ വന്ന് വീണ്ടും ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യാം. ആഫ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2-3 സെക്കൻഡ് കൊണ്ട് മിന്നൽ മേലേക്ക് കയറി പോകണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, മേലേക്ക് കയറിപ്പോവുക. ഓക്കെ, എങ്ങനെയാണ് ഈ വാല്യൂ കുറച്ച് മുന്നോട്ടേക്ക് തള്ളി കൊടുക്കുക. ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയേ, കണ്ടോ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ മിന്നൽ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു ബോക്സ് പോലെ ഒരു ഫീൽ അവിടെ ഉണ്ടാവും, കറക്റ്റ് കട്ട് ഓഫ് ആയ പോലെ. അത് പോക്കാൻ എന്ത് ചെയ്യാന്നറിയോ, ഈ റെക്റ്റാങ്കിൾ തന്നെ ക്ലിക്ക് ചെയ്യുക. നേരെ ഇവിടെ വന്ന് സോഫ്റ്റ് എഡ്ജ് കണ്ടോ, സോഫ്റ്റ് എഡ്ജ് കുറച്ച് പുറത്തേക്ക് തള്ളി വെക്കുക. അതേപോലെ ബോർഡർ എടുത്ത് കുറച്ച് ബാക്കോട്ടേക്ക് വലിച്ചു വെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മിന്നറിയുന്ന പോലെ ടിം എന്ന് പറഞ്ഞൊരു ഫീൽ കിട്ടും. ഓക്കെ അല്ലേ. ഇത്രയും ചെയ്ത ശേഷം നമുക്ക് തിരിച്ച് ടൈം ലൈൻ്റെ അകത്ത് തന്നെ വരാം. എന്നിട്ട് ഈ മിന്നലിനെ സെക്കൻഡ് ലെയറിലേക്ക് ആഡ് ചെയ്ത ശേഷം താഴെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസോ ആഡ് ചെയ്യാം. അവിടേക്ക് ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ ആഡ് ചെയ്തു കേട്ടോ. ഓക്കെ, അത്യാവശ്യം മിന്നറിയുന്ന പോലെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടിയില്ലേ. ഇനി എന്ത് ചെയ്യാം, ഇതിന് ചെറിയ കളർ ഗ്രേഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എഫക്ട്സിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ എഫക്ട്സിൽ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ഒന്ന് കാണാൻ പറ്റും. അതിനൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഏറ്റവും മേലെയുള്ള ലെയറിലേക്ക് ആഡ് ചെയ്തു. നേരെ കളർ ഗ്രേഡിങ് ടാബിൻ്റെ അകത്ത് വന്നു നമ്മൾ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാൻ പോവാണ്. ഇത്തിരി ഷാഡോ ഡൗൺ ചെയ്തു, അതേപോലെ സാച്ചുറേഷൻ ഇത്തിരി കുറച്ചു. ഓക്കെ, പിന്നെ കളർ ഗ്രേഡ് ഇത്തിരി മൂടി ടൈപ്പ് കിട്ടാൻ വേണ്ടി ഇതേപോലെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ട് ഒരു ഗ്രേഡ് കൊണ്ടുവന്നു. ഇപ്പോൾ കണ്ട മിന്നലിൻ്റെ ആ ഒരു എഫക്റ്റ് ഇവിടെ വന്നു. ഓക്കെ, ഇനി ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. മിന്നൽ എറിയുന്ന സമയത്ത് ഈ ഒരു സീന് ഒന്ന് ലൈറ്റപ്പ് ആവും, പിന്നെ ഡൗൺ ആയിട്ട് ഇരുണ്ട് പോകും. അപ്പോൾ ആ ഒരു സെറ്റപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി മിന്നൽ വരുന്ന വരെ എങ്ങനെ നിന്നോട്ടെ. മിന്നൽ ഫസ്റ്റ് വരുന്ന ആ സമയത്ത് ഇവിടെ റൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കീ ഫ്രെയിമിൻ്റെ ഓപ്ഷൻ കാണും. ഇത് ഓൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് കിട്ടും. നേരെ നോഡിൻ്റെ അകത്ത് വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് എ നോഡ്, ആഡ് എ സീരിയൽ നോഡ് കൊടുക്കുക. എന്നിട്ട് ആഡ് നോഡിൻ്റെ അകത്ത് ആഡ് സീരിയൽ നോഡ് കൊടുക്കുക, അല്ലെങ്കിൽ ആൾട്ട് ഓപ്ഷൻ എസ് ആണ് ഷോർട്ട് കട്ട്. നേരെ താഴെ വന്നിട്ട് കറക്റ്റർ 2 എന്ന് കണ്ടോ, ഇതാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത്. അതിലൊരു കീ ഫ്രെയിം കൂടെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് വെക്കുക. ഇനി എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഈ ഷാഡോ ഇത്തിരി മുന്നോട്ടേക്ക് ഒന്ന് കയറ്റി വെക്കാം. എന്നിട്ട് മിന്നൽ അടിച്ച് അൾട്ടിമേറ്റ് ആയി നിൽക്കുന്ന സമയത്ത് ഷാഡോ നല്ലപോലെ അപ്പ് ചെയ്യുക, ഇത്തിരി സാച്ചുറേഷനും കൂട്ടിയിടുക. ഓക്കെയാണേ. എന്നിട്ട് ആ മിന്നൽ പോകുന്നവരെ ഏകദേശം അങ്ങനെ പിടിച്ച ശേഷം മിന്നൽ അങ്ങ് പോകുമ്പോഴേക്കും ഈ ഷാഡോ വല്ലാതെ ബാക്കോട്ടേക്ക് വലിക്കുക, ഭയങ്കര ഇരുട്ടുക. അതേപോലെ സാച്ചുറേഷൻ നല്ലപോലെ കുറയ്ക്കുക. ഓക്കെയാണേ. പിന്നെ മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത മിന്നൽ എപ്പോഴാണോ വരുന്നത് അതിനനുസരിച്ച് അങ്ങനെ മാറ്റി മാറ്റി ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, മിന്നൽ വരുന്ന സമയത്ത് അതേപോലെ തുടക്കത്തിൽ ഈ ഒരു കളർ ഇത്തിരി സാച്ചുറേഷൻ ഇത്തിരി ഡൗൺ ചെയ്യുക, അതേപോലെ ഷാഡോ നല്ലപോലെ ഡൗൺ ചെയ്യുക. കണ്ടോ, ഒരു എഫക്റ്റ് വന്നതാണ് ഇവിടെ. ഇനി നമുക്ക് ചെറിയ ചെറിയ മിന്നലുകൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, തിരിച്ച് എഡിറ്ററിൻ്റെ അകത്ത് തന്നെ വരിക. എന്നിട്ട് മിന്നലിനൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത്, അതായത് ആൾട്ട് ബട്ടൺ ഓപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മേലേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും അല്ലേ. എന്നിട്ട് ഈ മിന്നലിൻ്റെ സൈസൊക്കെ ഒന്ന് കുറയ്ക്കണം. എങ്ങനെയാണ്, ഇവിടെ വന്നിട്ട് ഇൻസ്പെക്ടറിൽ സൈസൊക്കെ ഒന്ന് കുറച്ചിട്ട് കുറച്ച് ഉള്ളോട്ടേക്ക് അങ്ങോട്ടേക്കൊക്കെ മാറ്റി വെച്ചത് ഇവിടെ നിന്നൊരു മിന്നലടിക്കുന്ന പോലെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് ഒന്നും കൂടെ അതിനെ കോപ്പി ചെയ്ത് വെക്കുക, ഇത്തിരി മുന്നോട്ടേക്ക് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവച്ചിട്ട് ഇത്തിരി കൂടെ താഴേക്കൊക്കെ അടിക്കുന്ന രീതിയിൽ കൊണ്ടുവയ്ക്കുക. ഇനി സൈസൊക്കെ വേണമെങ്കിൽ കുറച്ചൊന്ന് കൂട്ടി വെക്കണമെങ്കിൽ കൂട്ടി വെക്കാം. ഈ രീതിയിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച ശേഷം അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് അതിനനുസരിച്ച് നീട്ടി വെക്കണം കേട്ടോ. പിന്നെ മെയിൻ വീഡിയോയും അതിനനുസരിച്ച് കയറ്റി വെക്കുക പാകത്തിന് വെച്ച ശേഷം. ഇതിൻ്റെ അകത്തേക്ക് എന്തെങ്കിലും ലൈറ്റ്നിങ്ങിൻ്റെ സൗണ്ടുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടിപൊളിയായിരിക്കും. തണ്ടർ സൗണ്ട് എന്നൊക്കെ പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് നല്ല നല്ല ഫ്രീ സൗണ്ട് എഫക്റ്റുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ഇതിലേക്ക് 1-2 സൗണ്ടുകൾ ആഡ് ചെയ്യാണ്. ഓക്കെ, ഇനി ഈ ഒരു സീനിലേക്ക് നിങ്ങൾക്ക് മഴയും കൂടി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കാണുന്ന വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നല്ല അടിപൊളി മഴ ക്രിയേറ്റ് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്ത് ആഡ് ചെയ്യാം.
അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.